Dear students, നമ്മൾ ഇന്നിപ്പോൾ എടുത്തു തുടങ്ങുന്നത് ജനറൽ പ്രിൻസിപ്പിൾസ് ആൻഡ് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ് എന്ന 12th സ്റ്റാൻഡേർഡ് കെമിസ്ട്രിയിലെ 6ാമത്തെ ചാപ്റ്ററാണ്. ഈ ചാപ്റ്റർ ഈ പറഞ്ഞ പോലെ നമുക്ക് 70 ക്വസ്റ്റ്യൻ ആണ് ഈ ചാപ്റ്ററിലുള്ളത്. നിങ്ങളുടെ മെറ്റീരിയൽ സെക്കൻഡ് കെമിസ്ട്രി ആൻഡ് ഫിസിക്സ് പാർട്ട് 2 മെറ്റീരിയലിൽ പേജ് നമ്പർ 229 എടുക്കുക. അതിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്തു തുടങ്ങാൻ പോകണം. അതേപോലെ ഒരു നോട്ട് ബുക്കും പേനയും നിങ്ങൾ എടുത്ത് സൈഡിൽ വെച്ചേക്കുക. അത് കെമിസ്ട്രിക്കായിട്ട് ഒരു നോട്ട് ബുക്കും പേനയും വെച്ചേക്കുക. ആ നോട്ട് ബുക്കിൽ നിങ്ങൾ 12th സ്റ്റാൻഡേർഡ് കെമിസ്ട്രി എന്നൊരു ഹെഡിങ് കൊടുക്കുക. അതിൽ ചാപ്റ്ററിൻ്റെ പേര് എഴുതുക. അതിനുശേഷം ഈ 25 ക്വസ്റ്റ്യൻ നമ്പേഴ്സ് എഴുതി വയ്ക്കുക. 25 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ചെയ്യുന്നത്. ആ ക്വസ്റ്റ്യൻ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 70 ക്വസ്റ്റ്യൻ ടോട്ടൽ മെറ്റീരിയലുണ്ട്. അതിൽ 25 ക്വസ്റ്റ്യൻ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചും അതേപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ എക്സാമിൻ്റെ ഒരു പാറ്റേൺ അനുസരിച്ചുമാണ് 25 ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തേക്കുന്നത്. ബാക്കി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്തു നോക്കാം. അത് ചെയ്ത് നോക്കാൻ ശ്രമിക്കണം. അത് ബെറ്ററാണ്. ഫ്രീ ടൈം ഇഷ്ടം പോലെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. എല്ലാവരും വീട്ടിൽ വേറെ ഒരു ജോലിയുമില്ലാതെ ഫ്രീ ആയിട്ടിരിക്കുകയാണ്. യാത്ര പോലും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ആ സമയവും കൂടെ നിങ്ങൾ ബാക്കി ക്വസ്റ്റ്യനൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ മെറ്റീരിയൽ ആദ്യം ക്വസ്റ്റ്യനും ഓപ്ഷൻസുമാണ്, പിന്നെ ആൻസർ കീ, അതായത് ഒന്നിൻ്റെ ആൻസർ കീ എ ആണോ ബി ആണോ എന്നുള്ളത്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇതിൻ്റെ ഹിൻ്റാണ്. അതിൽ ഷോർട്ട് സ്റ്റെപ്സിലൂടെ ആൻസറിൽ എത്തിയത് എങ്ങനെയെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ടും വർക്ക് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ ഒരുമിച്ചിരുന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ഈ ചാപ്റ്ററിലെ 25 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 2 എന്ന് പറയുന്നത് ഓഫ് ദി ഫോളോയിങ് ദ എലമെന്റ് ഒക്കറിങ് ഇൻ നേറ്റീവ് സ്റ്റേറ്റ്. നേറ്റീവ് സ്റ്റേറ്റ് എന്ന് വെച്ചാൽ എന്തുവാ? ഫ്രീ സ്റ്റേറ്റിൽ നിൽക്കുന്നത്. അതൊരു ഓപ്ഷൻ. അയൺ ഉണ്ട്, ക്രോമിയം ഉണ്ട്, ക്ലോറിൻ ഉണ്ട്, കാൽഷ്യം ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. ആൻസർ വരുന്നത് ഓക്സിജൻ ആണ്. ചോദിക്കുന്നത് ഓക്സിജൻ ആണ്. വിച്ച് ഈസ് ഓഫ് ദി എലമെന്റ് ഒക്കറിങ് ഇൻ ദി നേറ്റീവ് സ്റ്റേറ്റ് ഈസ് ഓക്സിജൻ. ഓക്കെ, അയണും ക്രോമിയവും ക്ലോറിനും കാൽഷ്യവും ഒക്കെ മെറ്റൽസ് ആണ്. ഈ പറഞ്ഞ ക്ലോറിൻ നോൺ മെറ്റൽ ആണ്. ഇവരൊക്കെ എന്ത് ചെയ്യും? ഓക്സിജനുമായിട്ട് ചേർന്നായിരിക്കും നിൽക്കുന്നത്. പക്ഷെ ഓക്സിജന് ഒറ്റയ്ക്കിരിക്കാമല്ലോ, ആരുമായിട്ടും ചേരേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് അവിടെ ഓക്സിജൻ എന്ത് ഫ്രീ സ്റ്റേറ്റിൽ വന്നത്. സോ ദ ആൻസർ ഈസ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ഇ ആണ് വരുന്നത്. ഏത് ആൻസർ വരുന്നത്? ഓപ്ഷൻ ഇ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഇ. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. അടുത്തത് നിങ്ങൾ നോക്കിക്കേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മൾ വന്നേക്കുന്നത് 4th ക്വസ്റ്റ്യൻ ആണ്. അലൂമിനിയം ഈസ് മോസ്റ്റ് അബണ്ടന്റ് ഇൻ എർത്ത് ക്രസ്റ്റ് യെറ്റ് ഇറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ബോക്സൈറ്റ് ബിക്കോസ്. നിങ്ങൾക്കറിയാലോ, എർത്തിന്റെ ക്രസ്റ്റിൽ ഏറ്റവും കൂടുതലുള്ളത് അലൂമിനിയം. ആ അലൂമിനിയം തന്നെ നമുക്ക് ഒരിക്കലും ഫ്രീ സ്റ്റേറ്റ് കിട്ടൂല. അത് അലൂമിനിയം ഏത് രൂപത്തിൽ കിട്ടും? അവന്റെ ഓറായ ബോക്സൈറ്റിന്റെ രൂപത്തിൽ കിട്ടും. എന്തുവായിരിക്കും അങ്ങനെ വരാൻ കാരണം എന്നാണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കും. അപ്പോൾ അതിന്റെ കാരണം ഇത്രയേ ഉള്ളൂ. ദ ആൻസർ ഈസ് ഓപ്ഷൻ എ. ബോക്സൈറ്റ് ഈസ് അവൈലബിൾ ഇൻ ലാർജർ ക്വാണ്ടിറ്റി ആണ്. മറ്റേ ഓപ്ഷൻസ് ഒന്നും വരില്ല. ബോക്സൈറ്റ് ഈസ് ലെസ് ഇംപ്യൂർ എന്നോ, ബോക്സൈറ്റ് കണ്ടെയ്ൻ മാക്സിമം അലൂമിനിയം എന്നോ, ഓഫ് ഈസി എക്സ്ട്രാക്ഷൻ ഓഫ് അലൂമിനിയം ഫ്രം ഇറ്റ് എന്നോ, അതൊന്നുമല്ല ഉത്തരം. ഫോർത്ത് ആൻസർ ഈസ് ഓപ്ഷൻ എ. ബോക്സൈറ്റ് ഈസ് അവൈലബിൾ ഇൻ ലാർജർ ക്വാണ്ടിറ്റി ആണ് വരുന്നത്. 4th ക്വസ്റ്റ്യൻ ദ ആൻസർ ഈസ് എ. ഓക്കെ, ഇനി നമ്മുടെ 3rd ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ലീസ്റ്റ് അബണ്ടന്റ് എലമെന്റ് ഇൻ ദ എർത്ത് ക്രസ്റ്റ് പെർസെൻറ്റേജ് വെയിറ്റിൽ നമ്മുടെ എർത്തിന്റെ ക്രസ്റ്റ് എന്ന് പറയുമ്പോൾ അടിയിൽ ഏറ്റവും കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന എലമെന്റ് എന്നാണ്. അവിടെ മെറ്റൽ എന്നോ നോൺ മെറ്റൽ എന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ചോദിച്ചേക്കുന്നത് എലമെന്റാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ വരുന്നത് ബേരിയമാണ്. എർത്ത് ക്രസ്റ്റ് ആണെന്ന് ആലോചിച്ചാൽ, കാര്യം ചിലപ്പോൾ എർത്ത് അറ്റ്മോസ്ഫിയർ ചോദിച്ച് നമ്മളെ തെറ്റിക്കും, ചിലപ്പോൾ നമ്മളടുത്ത് മെറ്റൽ ചോദിച്ച് തെറ്റിക്കും, ചിലപ്പോൾ ചോദിക്കുന്നത് നോൺ മെറ്റൽ ചോദിച്ച് തെറ്റിക്കും. ഇവിടെ പക്ഷേ ചോദിക്കുന്നത് എലമെന്റും എർത്ത് ക്രസ്റ്റുമാണ്. അത് നന്നായിട്ട് ആ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് സമയമെടുത്ത് വായിക്കണം. ഓക്കെ, അതിൽ ആൻസർ വരുന്നത് ഫസ്റ്റ് ഓപ്ഷൻ ബേരിയമാണ്. ഓക്കെ, ഓപ്ഷൻ എ. ഓക്കെ, ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ്റെ 4ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 6 ആണ്. ക്വസ്റ്റ്യൻ മെറ്റീരിയലിലെ ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ് 4ാമത്തെ ക്വസ്റ്റ്യൻ. ആസ്ബെറ്റോസ് ഈസ് എ സിലിക്കേറ്റ് മിനറൽ ഓഫ് കാൽഷ്യം ആൻഡ്. ആസ്ബെറ്റോസ് നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോഴാണ് നമ്മൾ GI ഷീറ്റൊക്കെ ഇട്ട് റൂഫ് ഇടുന്നത്. പണ്ട് കാലത്ത് ഓടിന് പകരം റൂഫ് ചെയ്യാൻ വേണ്ടി നമ്മുടെ പെരയുടെയൊക്കെ മണ്ടയിൽ വെള്ളം താഴോട്ട് വരാതിരിക്കാൻ കോൺക്രീറ്റ് ചെയ്യുന്നതിന് പകരം ഇടുന്നതായിരുന്നു ആസ്ബെറ്റോസ്. ഇപ്പോഴും ആസ്ബെറ്റോസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഈ ആസ്ബെറ്റോസ് ഉണ്ടാക്കിയിരിക്കുന്നത് സിലിക്കേറ്റ്സ് വെച്ചാണ്. സിലിക്കേറ്റ് മിനറൽ ഓഫ് കാൽഷ്യവും വേറൊരു മെറ്റലുമാണ്. ആ മെറ്റൽ എന്ന് പറയുന്നത് മെഗ്നീഷ്യമാണ്. കാൽഷ്യം ആൻഡ് മെഗ്നീഷ്യം. സോ 6th ക്വസ്റ്റ്യൻ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡോഗ് ഡി. ഓക്കെ, ഇതിന്റെ ആൻസർ വരുന്നത് ഡി. അങ്ങനെ നമ്മൾ 1 2 3 4 ക്വസ്റ്റ്യൻസ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. 5th ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. 5th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 12 ആണ്.
നിങ്ങൾ കുറേ ഓറുകളും അവരുടെ നെയിമൊക്കെ പഠിച്ചു. അങ്ങനെ പഠിച്ചതിൽ കലാമിൻ എന്ന് പറയും. കലാമൈൻ എന്നോ കലാമിൻ എന്നോ എങ്ങനെ വേണം നിങ്ങൾക്ക് പ്രൊണൗൺസ് ചെയ്യാം. CALAMIN കലാമൈൻ ഈസ്. അതിന്റെ ഫോർമുലയാണ് ചോദിച്ചിരിക്കുന്നത്. സിങ്ക് ZnS ആണോ, ഓപ്ഷൻ ബി PbCO3 ആണോ, ഓപ്ഷൻ സി ZnCO3 ആണോ, MgCO3 ആണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ZnCO3. എന്ത് വരുന്നേ? ZnCO3 ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 6ലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 6 എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മെറ്റീരിയലിലെ 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ കോൺസെൻട്രേഷൻ ടെക്നിക്? കോൺസെൻട്രേറ്റ് ചെയ്യാൻ, മിനറൽസിനെ വൃത്തിയാക്കുന്ന പരിപാടിയുടെ പേരാണ് എന്തോന്ന്? കോൺസെൻട്രേഷൻ. അപ്പൊ ഈ കോൺസെൻട്രേഷൻ ടെക്നിക്ക് അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ലെവിഗേഷൻ ഉണ്ട്, ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ഉണ്ട്, ലീച്ചിങ് ഉണ്ട്, കാൽസിനേഷൻ ഉണ്ട്. ഏത് വരും? ഓപ്ഷൻ ഡി കാൽസിനേഷൻ ആണ്. ഓക്കെ, കോൺസെൻട്രേഷൻ ടെക്നിക്ക് അല്ലാത്തത് ഏതാ? കാൽസിനേഷൻ. കാൽസിനേഷനും റോസ്റ്റിംഗും എന്ന് പറയുന്നത് എന്താണ്? കാൽസിനേഷനും റോസ്റ്റിംഗ് എന്ന് പറയുന്നത് മെറ്റൽ ഓക്സൈഡിനെ നമ്മൾ ഇമ്പ്യൂരിറ്റീസ് റിമൂവ് ചെയ്യാൻ വേണ്ടി വറുക്കുന്ന രീതിയാണ് റോസ്റ്റിംഗും കാൽസിനേഷൻ. സോ ദ 6th ക്വസ്റ്റ്യൻ ആൻസർ ഈസ് ഓപ്ഷൻ ഡോ. 6th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ മെറ്റീരിയലിലെ 14th ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഇനി 7th question. The most commonly used method for the concentration of oxide and carbonate ore. ഓക്സൈഡ് ഓറുകളെയും കാർബണേറ്റ് ഓറുകളെയും കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏറ്റവും കോമൺ മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഗ്രാവിറ്റി പ്രോസസ് ഓർ ലെവിഗേഷൻ. ഓപ്ഷൻ എ ആണ് വരുന്നത്. ബാക്കി ഓപ്ഷൻസ് ഒക്കെ അറിയാം. ഫ്രോത്ത് ഫ്ലോട്ടേഷൻ സെപ്പറേഷൻ ടെക്നിക്കാണ്, മാഗ്നറ്റിക് സെപ്പറേഷൻ മാഗ്നറ്റ് വെച്ച് സെപ്പറേറ്റ് ചെയ്യുന്നതാണ്, ലീച്ചിങ് എന്ന് പറയുന്ന കെമിക്കൽ റിയാക്ഷൻ ആണ്, പിന്നെ കെമിക്കൽ പ്രോസസ്സുകൾ. ഓക്കെ, അപ്പോൾ 15th ക്വസ്റ്റ്യൻ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ. നമ്മുടെ 7ാമത്തെ ക്വസ്റ്റ്യൻ അത് എന്ന് പറയുന്ന മെറ്റീരിയലിലെ 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ എ. ഇനി അടുത്തത് 8ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. 8ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് വൺ ഓഫ് ദി ഫോളോയിങ് ഓർ ഈസ് നോട്ട് കോൺസെൻട്രേറ്റഡ് ബൈ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. ഫ്രോത്ത് ഫ്ലോട്ടേഷൻ നിങ്ങൾ അറിയാം, 12th സ്റ്റാൻഡേർഡിൽ പഠിച്ചിരിക്കുകയാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ പത ഉണ്ടാക്കി അതിൽ ഇമ്പ്യൂരിറ്റീസ് റിമൂവ് ചെയ്യുന്ന ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. ഫ്രോത്തിന്റെ മീനിങ് തന്നെ പത എന്നാണ്. അപ്പം അത് ഏത് വെച്ചിട്ടാണ്? കോപ്പർ പൈറൈറ്റ്സ് വെച്ചിട്ടാണോ, പെൻഡാലാൻഡൈറ്റ് വെച്ചിട്ടാണോ, പൈറുളസൈറ്റ് വെച്ചിട്ടാണോ, സിങ്ക് ബ്ലണ്ട് വെച്ചിട്ടാണോ, സിന്നബാർ വെച്ചിട്ടാണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഓർ ഈസ് നോട്ട് കോൺസെൻട്രേറ്റഡ് ആണ്? ഫ്രോത്ത് ഫ്ലോട്ടേഷൻ വെച്ച് അല്ലാതെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. ആൻസർ വരുന്നത് പൈറുളസൈറ്റ് ആണ് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ സി പൈറുളസൈറ്റ്. ഓക്കെ, 8th ക്വസ്റ്റ്യൻ ദ ആൻസർ ഈസ് സി പൈറുളസൈറ്റ്. നമ്മുടെ മെറ്റീരിയലിലെ നമ്മുടെ 8th ക്വസ്റ്റ്യൻ മെറ്റീരിയലിലെ 16ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ഓപ്ഷൻ സി. ഇനി അടുത്തത് 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് റിലേറ്റഡ് ടു കോൺസെൻട്രേഷൻ ഓഫ് ഓർസ് ബൈ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. ഫ്രോത്ത് ഫ്ലോട്ടേഷൻ വഴി അല്ലാത്തതെന്നാണ്. ചേഞ്ച് ഓഫ് സർഫസ് ടെൻഷൻ ഓഫ് പാർട്ടിക്കിൾസ് അറ്റ് ദ ഇന്റർഫേസ്, പ്രിൻസിപ്പിൾ ഓഫ് അഡ്സോർപ്ഷൻ, ഡിഫറൻസ് ഇൻ വെറ്റിംഗ് പ്രോപ്പർട്ടി, ഓർ പാർട്ടിക്കിൾസ് ആർ ലൈറ്റർ ദാൻ ഇമ്പ്യൂരിറ്റീസ്, സിൻഡറിംഗ് ആൻഡ് സ്മെൽറ്റിംഗ്. നിങ്ങൾ ആദ്യത്തെ 4 ഓപ്ഷനും നിങ്ങൾ ഫ്രോത്ത് ഫ്ലോട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട് കേട്ടിട്ടുള്ള കാര്യമാണ്. ബന്ധപ്പെട്ട് കേൾക്കാത്ത സെന്റൻസ് ഇതിൽ ഏതെന്ന് പറഞ്ഞാണ് ചോദിച്ചേക്കുന്നത്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഇ. നമ്മുടെ 9th ക്വസ്റ്റ്യൻ മെറ്റീരിയലിലെ 18ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ഓപ്ഷൻ ഇ. ഇനി 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. The reagent used for the leaching of bauxite is, ബോക്സൈറ്റ് ഓറിനെ വൃത്തിയാക്കുന്ന കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ലീച്ചിങ് മെത്തേഡ് വഴിയാണ്. അപ്പോൾ അതിനുപയോഗിക്കുന്ന കെമിക്കൽ അല്ലെങ്കിൽ റിയേജന്റ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി NaOH. ഓക്കെ,